പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം എങ്ങനെയുള്ളതാവണം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇൻഷാ അല്ലാഹ്. മുസ്ലിങ്ങൾ ദിവസേന 5 നേരം അനുഷ്ഠിക്കേണ്ട നിർബന്ധ പ്രാർത്ഥനയ്ക്കാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഖുർആനിൽ വിശ്വാസികളോട് സമയാസമയങ്ങളിൽ നമസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ നമസ്കാരത്തിൻ്റെ രൂപമോ ഘടനയോ ഖുർആനിൽ പറയുന്നില്ല. അത് പ്രവാചക ചര്യയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് നമസ്കാരം നിർവഹിക്കുന്നതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമസ്കാരം ദീനിൻ്റെ തൂണാകുന്നു എന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള സംഭാഷണമാണ്. വുളുവിന് ശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന സലാം ചൊല്ലിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും കൂടി ചേർന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഞാൻ അടക്കമുള്ള ഭൂരിപക്ഷം ആളുകൾ പറയാറുണ്ട്, നമസ്കരിക്കാൻ കൈ കെട്ടുമ്പോഴാണ് പല ചിന്തകളും മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ന്. സ്ത്രീകളാണെങ്കിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, പുരുഷന്മാരാണെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളും മറ്റ് അനാവശ്യ ചിന്തകളും കടന്നു വരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, നമസ്കാരപ്പടത്തിലേക്ക് കയറുമ്പോഴാണ് മരിച്ചവരെ പറ്റി വരിക എന്നെല്ലാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണോ നമ്മൾ നമസ്കരിക്കേണ്ടത്? ഇങ്ങനത്തെ ചിന്തകളുമായിട്ടാണോ നമ്മൾ നാഥനുമായി സംസാരിക്കാൻ നിൽക്കേണ്ടത്? സൂറത്തുൽ മാഊനിൽ അള്ളാഹു പറയുന്നു, ഫവൈലുല്ലിൽ മുസല്ലിൻ എന്ന്, നമസ്കരിക്കുന്നവർക്കാണ് നാശമെന്ന്. ഇങ്ങനെയുള്ള നമസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നതേയല്ല. നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാതലായ വശം എന്ന് പറയുന്നത് അള്ളാഹുവെക്കുറിച്ചുള്ള സ്മരണയാണ്. നമസ്കാരം ശരിയായും കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നു. നിസ്കാരവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ശ്രദ്ധാപൂർവം നിർവഹിക്കണം എന്നാണ് അതിനർത്ഥം. ഇനി നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി, വലിയ അശുദ്ധിയുള്ളവർ കുളിയും ചെറിയ അശുദ്ധിയുള്ളവർ വുളുവും കഴിഞ്ഞ് വൃത്തിയുള്ള സ്ഥലത്ത് ചെന്നാണ് അള്ളാഹുമായി സംഭാഷണം നടത്താൻ തയ്യാറാവുന്നത്. ഇങ്ങനെ ബാഹ്യരൂപത്തിലുള്ള വൃത്തി മാത്രം പോരാ, അവൻ്റെ മനസ്സും ശുദ്ധിയായിരിക്കണം. അനാവശ്യ ചിന്തകളോ മറ്റോ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം അവൻ്റെ ലക്ഷ്യം. അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിന് നിൽക്കുമ്പോൾ നല്ല മാന്യമായിട്ടുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. ഔറത്തും അറിഞ്ഞിരിക്കണം. ശേഷം ബാങ്കും ഇക്കാമത്തും കൊടുത്ത് കിബിലയ്ക്കു നേരെ തിരിഞ്ഞു നിന്ന് നിയ്യത്തോടു കൂടി വേണം നമസ്കാരം ആരംഭിക്കാൻ. തീർച്ചയായും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ നിയ്യത്തുകൾ നിർബന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തെളിവാണ്. നമ്മൾ ഫർള് നമസ്കാരത്തിൽ ളുഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ്: അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടി ഞാൻ ളുഹർ നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാണ് നമസ്കാരം തുടങ്ങേണ്ടത്. ഇനി ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുക എന്നും കൂടി മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്. അനാവശ്യ ചിന്തകളോ മറ്റോ ഇല്ലാതെ നമസ്കരിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അവസാന നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്ന ചിന്തയോട് കൂടി നമസ്കരിക്കുകയാണെങ്കിൽ ഒരു പിശാചിന് നമ്മുടെ മനസ്സിനെ കുലുക്കാൻ സാധിക്കുന്നതല്ല. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.